ഇന്നത്തെ മെനു എന്താണെന്ന് ആലോചിക്കുക കേട്ടോ. ഫൈനലി ഗോട്ട് ഇറ്റ്. മഷ്റൂം ബിരിയാണി. കടായി വെച്ചു, കുറച്ച് നെയ്യ് ഒഴിച്ചു, കാഷ്നട്ട് സോട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം കുറച്ച് എണ്ണയും കൂടെ ചേർത്തി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, നല്ല ജീരകം, പെരുംജീരകം എല്ലാം ഇട്ട് നന്നായി വാട്ടിയതിന് ശേഷം തക്കാളി, ഉള്ളിയും നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കൊത്തമല്ലി, ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് അരച്ച് ഇതിലേക്ക് ഒഴിച്ച് സോട്ട് ചെയ്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് തൈരും ചേർത്ത് മിക്സ് ചെയ്തു. അത് നന്നായി സോട്ടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച്, ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് 2 ഗ്ലാസ് അരിക്ക് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് യൂസ് ചെയ്യാം, അതല്ല എങ്കിൽ സീരസാമ്പാർ റൈസ് യൂസ് ചെയ്യാം. ഞാനിവിടെ സീരസാമ്പാർ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ബൈ നേരത്തെ തന്നെ ഞാൻ മഷ്റൂം ക്യൂബ്സായി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ മല്ലിയും റൈസും ആഡ് ചെയ്ത് മൂടി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. മഷ്റൂം നേരത്തെ സോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഞാനൊരു 3/4 വേവാകുമ്പോഴാണ് മഷ്റൂം ആഡ് ചെയ്ത് കൊടുത്തത്. കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്ത് മൂടി വേവിക്കാൻ വെച്ചു. സൈഡ് ഡിഷായിട്ട് ഞാനിവിടെ ബ്രൊക്കോളി പൊട്ടറ്റോ ഫ്രൈ, ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ട് ഗാർലിക് എല്ലാം സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത ഒരു ഡിഷാണ് ഞാൻ സൈഡ് ഡിഷായിട്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സ് ചട്നി. നമ്മുടെ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇതാണ് ഡേറ്റ്സ് ചട്നി. ഡേറ്റ്സ്, ടർമറിക്, കൊറിയൻഡർ പൗഡർ, ടർമറിക് പൗഡർ, ജാഗ്രി ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്നതാണ് ഡേറ്റ്സ് ചട്നി. ബിരിയാണിക്ക് നന്നായി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഡേറ്റ്സ് ചട്നി. മഷ്റൂം ബിരിയാണി ഇതാ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അധികം കാഷ്യൂ ഞാൻ ഇടാറില്ല, ജസ്റ്റ് ഫോർ ഡെക്കറേഷൻ. ഡേറ്റ്സ് ചട്നി റെഡി. ബ്രൊക്കോളി